ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. ഇന്ദിരാ ഗ്യാരണ്ടിയിൽ മാസം തോറും വിദ്യാർത്ഥികൾക്ക് 1000 രൂപ നൽകുന്ന പദ്ധതിയുടെ പ്രാഥമിക പ്രവർത്തനങ്ങൾ ആരംഭിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. സംസ്ഥാനത്തെ കോളേജുകളിലെ വിദ്യാർത്ഥികളെ കണക്കെടുക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നു. സർവകലാശാലാ തലത്തിൽ കണക്കെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. 7 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ ഉണ്ടെന്നാണ് പ്രാഥമിക കണക്ക്. ഗോപാൽ ശിലാസനൽ വിവരങ്ങളുമായി. ഗോപാൽ, ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് അക്കൗണ്ടിലേക്ക് 1000 രൂപ കിട്ടുന്ന പദ്ധതി വളരെ വേഗം നടപ്പാക്കുമെന്നാണോ വിദ്യാർത്ഥിനികൾക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാമോ? അങ്ങനെ വേണം ഈ ഘട്ടത്തിൽ ഈ നടപടിയുമായി മുന്നോട്ട് പോകുന്നതിൻ്റെ വേഗത കണ്ടാൽ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. കാരണം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം കഴിഞ്ഞതിന് ശേഷം വാഗ്ദാനമായി UDF സർക്കാർ നൽകിയ പട്ടികയിൽ ഏറ്റവും ശ്രദ്ധയാകർഷിച്ച 2 എണ്ണത്തിൽ ഒരെണ്ണമായിരുന്നു സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് മാസാമാസം 1000 രൂപ സ്കോളർഷിപ്പ് ഇന്ദിരാ ഗ്യാരണ്ടി പ്രകാരം നൽകും എന്നുള്ളത്. അതിൻ്റെ ആദ്യഘട്ട നടപടി എന്നോണം സംസ്ഥാനത്തെ പെൺകുട്ടികൾ, അതായത് വിവിധ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കുന്ന വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ പഠിക്കുന്ന പെൺകുട്ടികളുടെ കണക്കെടുത്ത് നൽകാൻ ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിച്ചിരിക്കുന്നത്. കൊളേജിയേറ്റ് വിദ്യാഭ്യാസ ഡയറക്ടറോടാണ് ഈ കണക്കെടുക്കാനുള്ള നിർദ്ദേശം സർക്കാർ നൽകിയിരിക്കുന്നത്. അത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ മാത്രമല്ല, വിവിധ വകുപ്പുകൾക്ക് കീഴിലുള്ള സർവകലാശാലകളിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളുടെയും കണക്കെടുക്കണം എന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതേസമയം തന്നെ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന കണക്ക് പ്രകാരം സംസ്ഥാനത്ത് വിവിധ വകുപ്പുകൾ ഉള്ളതിനാൽ തന്നെ ഒരു ഏകീകൃതമായ ഒരു കണക്ക് ലഭ്യമല്ല. പക്ഷേ എങ്കിൽ പോലും ആൾ ഇന്ത്യ ഹയർ എഡ്യൂക്കേഷൻ സർവേ പ്രകാരം 2023 അവസാനമായി എടുത്ത കണക്കിൽ 11 ലക്ഷം വിദ്യാർത്ഥികളാണ് മൊത്തത്തിൽ കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കുന്നത്. അതിൽ 6 ലക്ഷം മുതൽ 7 ലക്ഷം വരെ പെൺകുട്ടികളാണ് പഠിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ കണക്കിലുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും 1000 രൂപ വീതം മാസം അനുവദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് വലിയ സാമ്പത്തിക ബാധ്യതയിലേക്ക് പോകും എന്ന ആശങ്ക കൂടി ഈ ഘട്ടത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥ വിഭാഗങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. കാരണം ഇത് എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. ഈ വരുമാനം വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും തരത്തിൽ റേഷൻ കാർഡുകളോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും കാറ്റഗറൈസ് ചെയ്തിട്ടോ അതോ എല്ലാ വിദ്യാർത്ഥികൾക്കും 1000 രൂപ വീതം കൊടുക്കാനാണോ ഉദ്ദേശിക്കുന്നത്? സ്വകാര്യ മേഖലയിലുണ്ടോ അതോ സർക്കാർ എയ്ഡഡ് മേഖലയിൽ മാത്രമാണോ? എല്ലാ തരത്തിലേക്കുമുള്ള ഒരു വ്യക്തത ഈ വിഷയത്തിൽ വരാൻ ബാക്കിയുണ്ടെങ്കിൽ പോലും ഈ വിദ്യാർത്ഥികളുടെ കണക്കെടുപ്പ് ആരംഭിച്ച് തുടർ നടപടികൾ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും നൽകിയിരിക്കുന്നത്. ശരി, ഗോപാൽ ശിലാസനാണ് വിവരങ്ങൾ നൽകിയത്.